വിവാദങ്ങൾക്കിടെ പി ശശിക്കും എഡിജിപി എം.ആർ. അജിത് കുമാറിനുമെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പി.വി. അൻവർ വീണ്ടും രംഗത്തെത്തി. എഡിജിപി എം.ആർ. അജിത് കുമാർ ആർ.എസ്.എസ് നേതാക്കളെ കണ്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന് പി.വി. അൻവർ പറഞ്ഞു. അതിനു പിന്നിൽ പി ശശിയും അജിത് കുമാറുമാണ്. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും അത് തിരിച്ചറിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ തിരുത്തുമെന്നും പി.വി. അൻവർ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ ചതിക്കുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും എഡിജിപിയും അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് എന്ന വെളിപ്പെടുത്തലാണ് പി.വി. അൻവർ എം.എൽ.എ ഇന്ന് മലപ്പുറത്ത് നടത്തിയത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എഡിജിപിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പി.വി. അൻവർ എം.എൽ.എ കുറെ കൂടി തെളിവുകൾ മുൻനിർത്തി ആവർത്തിക്കുകയാണ്. അതിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഒന്ന്, ആർ.എസ്.എസ് നേതൃത്വവുമായി എഡിജിപി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇന്റലിജൻസ് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലെത്തിയില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച എഡിജിപി അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് ആർ.എസ്.എസ് ബന്ധമുള്ള പോലീസുകാർ അന്വേഷിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ രഹസ്യ അന്വേഷണത്തിന്റെ റിപ്പോർട്ട്, അതിന്റെ പകർപ്പ് സഹിതമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടത്തിയ ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ, അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ ആർ.എസ്.എസുകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണുണ്ടായത്. നേരത്തെ ഈ ആശ്രമം കത്തിച്ച് അവിടെ ഒരു റീത്ത് എഴുതി വെച്ചിരുന്നു. പി.കെ. ഷിബുവിന് ആദരാഞ്ജലികൾ എന്ന് കൈപ്പടയിൽ എഴുതിയ ഒരു റീത്ത് ഉണ്ടായിരുന്നു. ഈ റീത്ത് കോടതിയിൽ തെളിവായി സമർപ്പിച്ചതാണ്. ആ തെളിവ് പിന്നീട് കോടതി പോലീസിന് വിട്ടുകൊടുത്തു. പക്ഷേ അതിൽ ആ കൈപ്പടയിൽ എഴുതിയ കടലാസ്, അല്ലെങ്കിൽ ആ രേഖപ്പെടുത്തിയത് കാണാതെയായി എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ. അങ്ങനെ അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ ഒരു കൈപ്പട പരിശോധിച്ച് പ്രതികളിലേക്ക് എത്താൻ കഴിയുമായിരുന്നു എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തി. രണ്ടാമതായിട്ട് ഈ കേസിൽ നേരത്തെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ ആളുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി. അതിന് പകരം I.P. ബിനു, കാരായി രാജൻ അടക്കമുള്ള ഇടതുപക്ഷ പ്രവർത്തകരുടെ ഫോൺ രേഖകൾ ചോർത്താനാണ് ആ പോലീസ് ശ്രമിച്ചത്. അങ്ങനെ ഈ ഫോൺ രേഖകൾ, ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളവരുടെ ഫോൺ രേഖകൾ നേരത്തെ തന്നെ കണ്ടെത്താനും പരിശോധിക്കാനും ശ്രമിച്ചിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതികളിലേക്ക് നേരത്തെ തന്നെ എത്താൻ കഴിയുമായിരുന്നു. അതും അട്ടിമറിക്കപ്പെട്ടു എന്ന ആക്ഷേപമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണമാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടത്തി. അത് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം മലപ്പുറത്തെ ഈ അടുത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ പോലീസ് തലത്തിലെ വലിയ അഴിച്ചുപണിയിൽ സംതൃപ്തനാണെന്നും താൻ ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നുവെന്നും അതിന്റെ തെളിവാണ് ഈ നടപടികളെന്നാണ് അൻവർ പ്രതികരിച്ചത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18.